എല്ലാവർക്കും നമസ്കാരം. സ്വാസികയെ എല്ലാവർക്കും അറിയാം, മലയാള സിനിമാ നടിയാണ്. ഒപ്പം സ്വാസിക പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ വിഷയത്തിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കടക്കുകയാണ്. വിവാഹ ജീവിതത്തിൽ തനിക്ക് തുല്യത വേണ്ടെന്നും ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്നതാണ് താല്പര്യമെന്നും നടി സ്വാസിക പറഞ്ഞിരിക്കുന്നു. ഇത് താൻ ഇന്നെടുത്ത തീരുമാനമല്ലെന്നും കൗമാരപ്രായത്തിൽ തന്നെ ഇങ്ങനെ ജീവിക്കാൻ തീരുമാനമെടുത്തതാണെന്നുമൊക്കെയാണ് സ്വാസിക ഒരു പ്രൈവറ്റ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ലെന്നും വീട്ടിൽ പക്ഷെ ആരും ഇങ്ങനെയല്ലെന്നുമൊക്കെ താരം പറയുന്നുണ്ട്. താൻ പറയുന്നത് കേട്ട് ആരും സ്വാധീനിക്കപ്പെടരുതെന്നുള്ളൊരു ഡിസ്ക്ലൈമർ കൂടി വെച്ചിട്ടാണ് സ്വാസിക തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. ഈ അടിസ്ഥാനപരമായി ഞാൻ മനസ്സിലാക്കുന്നത് സ്വാസിക ഒരു സെൽഫ് മെയ്ഡ് വുമൺ ആണെന്നാണ്. കാരണം അവരുടെ 1-2 വ്ളോഗ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമാ ഫീൽഡിൽ ഇപ്പോൾ ഒരു മുഖ്യധാര നടി എന്ന നിലയിലേക്ക് എത്തിയ ആളാണ്. നിങ്ങൾ സ്വാസികയോടാണ്, നിങ്ങൾ പ്രശസ്തയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ പണം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഈ ഉണ്ടാക്കുന്ന പണം സ്വന്തം അധ്വാനം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും ഉണ്ടാക്കുന്ന പണം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്കുണ്ട്. ഈ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് ചുമ്മാ കിട്ടിയതൊന്നുമല്ല. കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇല്ലാതിരുന്നതും എന്നാൽ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെ നേടിയെടുത്തതുമാണ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ആ കുറച്ച് ടൂളുകളുണ്ടല്ലോ അതൊക്കെ. അതായത് നിങ്ങൾക്ക് കാലാകാലങ്ങളായുള്ള സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെ നേടിയെടുത്തതാണ് അതൊക്കെ. അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമുള്ള പണം ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ച വിദ്യാഭ്യാസമായിക്കൊള്ളട്ടെ. ഒരു കാലഘട്ടത്തിൽ സ്വാസിക ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ടാണല്ലോ പുരുഷന് കീഴെ നിൽക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത്. സ്ത്രീകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമോ അനുവാദവും ഇല്ലായിരുന്നു സ്വാസിക. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇന്ന് താങ്കൾക്ക് ഇഷ്ടമുള്ള വേഷങ്ങളിൽ ഉൾപ്പെടെ അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിയത്. ഇത് ഇന്നോ ഇന്നലെയോ കൊണ്ട് നേടിയെടുത്തതൊന്നുമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ സ്വാസിക ഇപ്പോൾ സിനിമാ നടിയാണ്. പഴയ സിനിമാ നടിമാർ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണം, എല്ലാവരും തുല്യരാണെന്ന് വിചാരിക്കുന്ന അങ്ങനത്തെ ബോധമുണ്ടായിരുന്ന ആളുകൾ അതൊന്നും വേണ്ട, പോട്ടെ, ഞങ്ങളൊക്കെ പുരുഷന്മാരുടെ കീഴിൽ കഴിയാൻ തയ്യാറാണ്. കുറേ പുരുഷന്മാർ പറയുകയാണ് സ്ത്രീകളൊക്കെ അങ്ങനെ കഴിയട്ടെ, നിങ്ങൾ സ്ത്രീകളൊന്നും വരണ്ട, ഞങ്ങൾക്ക് അവസരമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. നിങ്ങൾക്ക് ഈ സ്വാസികയ്ക്ക് ആ തുല്യത, അതായത് മറ്റ് പുരോഗമന പക്ഷത്ത് നിന്ന് തലമുറകളായി തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചെടുത്ത സ്വാതന്ത്ര്യം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സ്വാസിക, ചില ആളുകളുണ്ട് ഈ തിന്ന ചോറിന് കൂറില്ലാത്തവരെന്ന് പറയും. നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെയും അതൊക്കെ സ്വീകരിക്കുകയും എന്നാൽ തുല്യത വേണ്ട എന്ന് പറയുന്നതും ഏറെക്കുറെ ഞാൻ മുന്നേ പറഞ്ഞ ആ പഴമൊഴി പോലെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട്. സ്വാസിക എന്താണ് പറഞ്ഞത്? എനിക്ക് ഇക്വാലിറ്റി വേണ്ട, ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്നതാണ് ഇഷ്ടമെന്നാണ്. സത്യത്തിൽ ഈ തുല്യത സ്വാസികയ്ക്ക് കിട്ടുന്നുണ്ട്. ആ പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചപ്പടാച്ചി അടിക്കാനൊക്കെ സ്വാസികയ്ക്ക് പറയാൻ പറ്റുന്നത്. ഇത് പറയാൻ സ്വാസികയ്ക്ക് തീർച്ചയായും അധികാരവും അവകാശവും ഉണ്ട്. കാരണം അങ്ങനെ ജീവിക്കാനും സ്വാസികയ്ക്ക് സാധിക്കും. കാരണം ഇന്ത്യ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ മൗലികമായ അവകാശം തന്നെ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും തുല്യരായി പരിഗണിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പുരുഷാധിപത്യ സമൂഹത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന അനേകം സ്ത്രീകൾക്ക് പക്ഷേ നിങ്ങളുടെ ഇത്തരം ജൽപ്പനങ്ങൾ വളരെ റിഗ്രസീവായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിങ്ങളൊരു സോഷ്യൽ സെലിബ്രിറ്റിയാണ്, നിങ്ങളൊരു ഇൻഫ്ലുവൻസറാണ്. നിങ്ങളുടെ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയും അതിന് ലൈക്ക് അടിക്കുകയും ചെയ്യുന്ന ഒരുപാട് മതജീവികളും ഒരുപാട് പാട്രിയാർക്കിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരുമുണ്ട്. അത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട ടോക്സിക് ഫെമിനിസ്റ്റുകൾ, പക്ഷേ എനിക്ക് ഇവരോടും കൂടെ കുറച്ച് മറുപടികൾ ഇതിനകത്ത് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഈ എന്തുകൊണ്ടാണ് ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് ചില സ്ത്രീകൾ പറയുന്നത് നിങ്ങൾ തോന്നി. എനിക്ക് ചിലപ്പോൾ ഞാൻ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാവുന്നത് ചില ആളുകൾ, ചില സെലിബ്രിറ്റികളൊക്കെ നിങ്ങൾ ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്ന് പറയും. സത്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ ടോക്സിക്കായ ഫെമിനിസ്റ്റുകളുണ്ട്. അതായത് ഇവർ കൊണ്ടുവന്നൊരു നറേറ്റീവ് ഉണ്ട്. പുരുഷൻ്റെ മസ്കുലിറ്റിയെ സ്ത്രീകൾ മുഷ്ടി കൊണ്ട് എതിർക്കണം എന്നൊരു നറേറ്റീവ്. അതായത് പുരുഷൻ എന്ന് പറഞ്ഞാൽ മാസ്കുലിനാണ്, അവന് കുറച്ചുകൂടെ ഫിസിക്കലി അവൻ കുറച്ചുകൂടി എന്താ പറയുക ശക്തിയുള്ളയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള പുരുഷൻ്റെ മുകളിലാണ് സ്ത്രീയുടെ ആധിപത്യം വരുമ്പോഴാണ് ഫെമിനിസം നടക്കുന്നതെന്നുള്ളൊരു പോർട്രേ, അല്ലെങ്കിൽ അതാണ് ഫെമിനിസം എന്ന് ഉദ്ദേശിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറഞ്ഞു നടക്കുന്ന ആളുകളുമുണ്ട്. അല്ലെങ്കിൽ പൊതുവിൽ ഈ സമൂഹം മുഴുവൻ ഫെമിനിസം എന്നുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത് സ്ത്രീകൾ ആണുങ്ങൾക്ക് മുകളിൽ ആധിപത്യം നേടേണ്ട ഒരു കാര്യമാണെന്നാണ്. അടിസ്ഥാനപരമായി അതല്ല ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തുല്യരായി പരിഗണിക്കപ്പെടണം. അവിടെ ഒരു സെറിബ്രൽ ഇക്വാലിറ്റി വേണം, അവിടെ അവസര സമത്വം വേണം എന്നുള്ളതാണ്. മനസ്സിലായോ? അടിസ്ഥാനപരമായി ഈ ടോക്സിക് ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ സോ കോൾഡ് ഈ ഫെമിനിസ്റ്റ്
നിർവചനങ്ങളിൽ പേടിച്ചുകൊണ്ടാണ് എനിക്ക് അത്രയൊന്നും തുല്യത വേണ്ട, അല്ലെങ്കിൽ എനിക്ക് പുരുഷന്റെ മേലെ ആധിപത്യം വേണ്ട എന്ന് സ്ത്രീകൾ പേടിച്ച് പറയാനുള്ളൊരു കാര്യം കൂടെ. എന്തായാലും തുല്യത താങ്കളുടെ ചോയ്സ് അല്ല, അത് സ്ത്രീ ആയതിനാൽ പുരുഷന്റെ കാലിനടിയിലാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് സ്ത്രീ ആയതിനാലാണ് അല്ലേ? അപ്പോൾ ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു വ്യക്തിഹത്യയാണത്. എനിക്ക് നിങ്ങളോട് സത്യത്തിൽ സഹതാപം മാത്രമാണുള്ളത്. ഈ മതത്തിൻ്റെ ഈ പാട്രിയാർക്കിടയ്ക്ക് ഇരകളിൽപ്പെട്ട ഒരാൾ മാത്രമാണ് താങ്കൾ. എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇക്വാലിറ്റി വേണമെന്ന് പറയുന്ന സ്ത്രീകളെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവരാക്കുന്ന ഒരു സമൂഹമാണുള്ളത്. അതായത് സ്വന്തമായി ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ അവസരമുണ്ടായിരുന്നില്ല. അവർ കുടുംബത്തിലിരുന്ന് കുട്ടികളെ പ്രസവിച്ച് അവരെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഒരാൾക്ക് തന്നെയുള്ള വരുമാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ജോലിക്കും പോകണം, കുടുംബത്തെ കാര്യങ്ങളോട് നോക്കണം, കുട്ടികളെ നോക്കണം എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നു. പലപ്പോഴും ഈ പാട്രിയാർക്കിയുടെ പ്രശ്നമായി വരുന്നത് തന്നെ പുരുഷന്മാർക്കാണ്. അവർ ഈ ടോക്സിക് മസ്കുലിനിറ്റി ഇങ്ങനെ കൊണ്ട് നടക്കാൻ വേണ്ടി അവരാ ജീവിതകാലത്തിൻ്റെ എല്ലാ അവസ്ഥയിലും വീടിൻ്റെയും കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം സ്വന്തം ഷോൾഡറിൽ ഇങ്ങനെ താങ്ങിക്കൊണ്ടാണ് പുരുഷന്മാർ നടക്കുന്നത്. അടിസ്ഥാനപരമായി പാട്രിയാർക്കി എന്ന് പറയുന്ന യാതൊരു തരത്തിലും മെറിറ്റില്ലാത്ത ഒരു കോൺസെപ്റ്റിൻ്റെ ഇരകളാണ് സ്ത്രീകളും പുരുഷന്മാരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പല സ്ത്രീകളും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, താങ്കളുടെ കഥാപാത്രങ്ങളൊക്കെ പല ഈയിടെയായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല കഥാപാത്രങ്ങളും പല സ്ത്രീകളും ചെയ്യാൻ വിമുഖത കാണിക്കുന്ന സിനിമകളിൽ പോലും താങ്കൾ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അഭിനയിക്കുന്നുണ്ട്, താങ്കൾ വളരെ ബോൾഡായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന കാലത്തോളമേ നിങ്ങൾക്കിത് പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ താങ്കൾക്ക് പറ്റുന്നുണ്ട്, താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ പണം ചെലവഴിക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമുള്ള രീതിയിൽ മേക്കപ്പ് ചെയ്ത് നടക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമുള്ള സമയത്ത് മാത്രമാണ് താങ്കൾ വിവാഹം കഴിച്ചത്, ഇഷ്ടമുള്ള ഘട്ടത്തിൽ മാത്രമേ താങ്കൾക്കൊരു കുഞ്ഞുണ്ടാവുകയുള്ളൂ. ഇതൊന്നുമില്ലാത്ത, ഈ സാമൂഹിക സുരക്ഷിതത്വം ഒന്നുമില്ലാത്ത സ്ത്രീകളും ഉണ്ട് ഈ നാട്ടിൽ. അവരുടെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങളിത് പറയുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും വളരെ റിഗ്രസീവായ ഒരു കമൻറ്റാണ്. വൺസ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ സ്റ്റാർഡമിനെ എതിർക്കുന്ന ഒരു പങ്കാളിയായിരുന്നു താങ്കൾക്കെങ്കിൽ, താങ്കൾ ഈ സിനിമ ചെയ്യണ്ടെന്ന് പറയുന്ന ഒരു പങ്കാളിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നീ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകണ്ട എന്ന് പറയുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് താങ്കൾ വന്നിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ഇത്ര വിദ്യാഭ്യാസം മതി, ഇനി നിന്നെ കെട്ടിച്ചു വിട്ടേക്കാം എന്ന് പറയുന്ന അച്ഛനും അമ്മയും ആയിരുന്നു താങ്കൾക്കുണ്ടായിരുന്നതെങ്കിൽ, താങ്കൾ ഒരിക്കലും എനിക്ക് ഇക്വാലിറ്റി വേണ്ട എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയില്ല. എവിടെ വെച്ചാണോ താങ്കളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അവിടെ വെച്ച് താങ്കൾ ഇക്വാലിറ്റി വേണമെന്ന് പറഞ്ഞു തുടങ്ങും. ഈ നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണെന്ന് വിചാരിക്കുന്ന പുരുഷന്മാരും ജെൻഡർ ഇക്വാലിറ്റി വേണമെന്ന് വാദിക്കുന്ന ആളുകളുമൊക്കെ താങ്കളുടെ പ്രിവിലേജ് ഇല്ലാതിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. വൺസ് നിങ്ങൾക്ക് ആ പ്രിവിലേജ് തീരുന്നിടത്ത് വെച്ച് താങ്കളും ഇക്വാലിറ്റിയെക്കുറിച്ച് സംസാരിക്കും. നന്ദി, നമസ്കാരം.